ഞാൻ ആ മണവളാഞ്ചൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞതാ, താൻ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ട, എന്നെ മര്യാദയ്ക്ക് മരിക്കാൻ അനുവദിക്കും, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യും. അയാളത് കേട്ടില്ല. അയാൾ മാത്രമല്ല, എന്റെ കുടുംബക്കാരും അത് കേട്ടില്ല. മോഹനൻ, താൻ എന്നൊന്ന് സഹായിക്കണം. എനിക്ക് ചില അന്ത്യാഭിലാഷം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചിലതുണ്ട്. അതിനുവേണ്ടി താനൊന്ന് മനസ്സ് വയ്ക്കണം. അത് പറയുമ്പോ അദ്ദേഹത്തെ കണ്ണിലെ അവസാനത്തെ വെളിച്ചവും അസ്തമിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം കോടതി ആ പ്രതിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്ന ആഗ്രഹം മുഴുവൻ നടത്തി കൊടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കില്ല. അല്ലെ, അഥവാ ആ പ്രതി ഒരാഗ്രഹം പറഞ്ഞു എന്ന് വെക്കട്ടെ, അതിപ്പോ കോടതി നടത്തി കൊടുക്കും എന്നുള്ള ഉദ്ദേശത്തിലും ആയിരിക്കില്ല. സത്യം പറഞ്ഞ പ്രതി ആഗ്രഹിക്കുന്നതും കോടതി ആഗ്രഹിക്കുന്നതിന്റെ നടുക്ക് എവിടെയാണ് യഥാർത്ഥ ആഗ്രഹം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ അന്ത്യാഭിലാഷം എന്നൊന്നില്ലല്ലോ. ഈ അന്ത്യം കണക്കൂട്ടി നടക്കുന്നവരല്ലല്ലോ നമ്മളാരും. അതുകൊണ്ട് അഭിലാഷങ്ങളേ ഉള്ളൂ. അന്ത്യാഭിലാഷം എന്നുള്ളത് ഞാൻ മരിക്കും എന്ന് ഉറപ്പിക്കുമ്പോൾ ആ സമയത്ത് ആഗ്രഹിക്കുന്ന ഒന്നാണ് അന്ത്യാഭിലാഷം. അത്തരമൊരു അന്ത്യാഭിലാഷത്തിന്റെ കഥയാണ് സ്വാതി ബഡായി പ്രാച്ചൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സ്വാതി ബഡായിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് മംഗലശ്ശേരി നീലകണ്ഠനെ പോലെയൊക്കെ വളരെ പ്രൊഫഷണലായ, വളരെ റിച്ചായ ഒരു ജീവിതമൊക്കെ ജീവിച്ചു തീർത്ത മനുഷ്യനാണ്. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അദ്ദേഹം ആകസ്മികമായി പെട്ടെന്ന് കുഴഞ്ഞു പോകും. കുഴഞ്ഞു വീണ ആസ്പത്രിയിലായ ശേഷമാണ് എനിക്ക് വിവരം കിട്ടുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ആസ്പത്രിയിൽ ചെല്ലുന്നതോട് കൂടിയാണ് ഈ കഥയും എഴുന്നേറ്റ് നടക്കുന്നത്. വിവരറിഞ്ഞ് ഞാൻ ഓടിപ്പിടിച്ച് ആസ്പത്രി ചെന്നു. ആസ്പത്രി ചെന്നപ്പോൾ അദ്ദേഹം 2ാം നിലയിലാണ്. ഞാൻ ലിഫ്റ്റൊന്നും കാത്ത് നിൽക്കാതെ കോണിപ്പടി കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കോണിപ്പടി ഇറങ്ങി വരുന്നു. എന്നെ കണ്ടു, താൻ വന്ന അസലായിട്ടാ. ഞാൻ പറഞ്ഞു, മൂപ്പരോടെ മുകളിലല്ലേ? ആ മുകളിലാണ്, പക്ഷെ സെക്യൂരിറ്റിയും പോലീസൊക്കെ ഉണ്ട് ഇട്ടാ. ഞാൻ പറഞ്ഞു, സെക്യൂരിറ്റിയും പോലീസും അതാരാ? അങ്ങേരുടെ ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്. അകത്തേക്ക് തന്നെ കടത്തി വിട്ട ഭാഗ്യം എന്ന് കരുതിക്കോ. ഞാൻ തന്നെ ഗ്രീൻ ചാനലിൽ കൂടെ പോണ പോലെ പോയിട്ട് കണ്ടിട്ട് പോരുക ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായില്ല. ആ ചെല്ലെന്നും പറഞ്ഞ് അദ്ദേഹം പോയി. എനിക്ക് പിന്നെ ഈ കുടുംബമായിട്ട് നേരത്തെ നല്ല പരിചയം ഉള്ളതുകൊണ്ട് ഞാൻ ആ കൂട്ടുകാരൻ പറഞ്ഞു ഒന്ന് അവഗണിച്ച് ഞാൻ നേരിട്ട് ചെന്നു. അവരെന്നെ കണ്ടു. ഒരു രോഗവിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഈ രോഗി കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. അപ്പം അദ്ദേഹം അവശനായി കിടക്കുകയാണ്. നല്ല അവശനാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലോ എന്തെങ്കിലും കുടിക്കണമെങ്കിലൊക്കെ അദ്ദേഹത്തെ പിടിച്ച് നീപ്പിച്ച് ഇരുത്തണം. അങ്ങനെ വയറുകളുടെയും മരുന്നുകളുടെയും ഒക്കെ കുത്തിക്കയറ്റുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം കിടക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ പോയിട്ട് ഒരു രോഗിയെ സമാധാനിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് അതിലും വലിയ ബോറടിച്ച വേറൊരു പരിപാടിയില്ല. നിരർത്ഥകമാണ്. നമ്മളിപ്പോൾ എന്താ രോഗിയോട് പറയും? ഡോക്ടർ വരാറില്ലേ? മരുന്നൊക്കെ കഴിക്കാറില്ലേ? ഒന്നും ബേജാറാവണ്ടാട്ടോ, ഒക്കെ ശരിയാവും, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുക. ഇതൊക്കെ കേട്ട് മരവിച്ച് കിടക്കായിരിക്കും അദ്ദേഹം. പിന്നെ ഞാനും കൂടി ഇത് പറഞ്ഞ അദ്ദേഹം ഒരു കത്തിയെടുത്തിട്ട് തന്നെ കുത്തിയിട്ട് പഴയ പോലെ പോയി കിടന്നാലോ എന്ന് ഞാൻ പേടിച്ചു. അപ്പൊ അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് നിശ്ചയില്ലാണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കുടുംബക്കാരും ഡോക്ടർമാരും എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുകയാണ് മോന. കൊന്നോട്ടെ, അതിലെനിക്ക് വിഷമില്ല. പക്ഷെ മര്യാദയ്ക്ക് ഒന്ന് കൊന്നു തരാൻ പറ നീ അവരോട്. അത് കേട്ടതോടെ പൂക്കിച്ച് പൊട്ടി തെറിച്ച പോലെ കുടുംബക്കാരൊക്കെ പാടുകൂടിയിട്ട് മുക്കിലേക്കും മൂലക്കിലേക്കും പുറത്തേക്കൊക്കെ പോയി. പിന്നെ ഞാൻ അദ്ദേഹം മാത്രമേ. അപ്പോഴാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ ഡയലോഗ് എന്നോട് പറഞ്ഞു. ഞാൻ ആ മണവളാഞ്ചൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞതാ, താൻ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ട, എന്നെ മര്യാദയ്ക്ക് മരിക്കാൻ അനുവദിക്കും, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യും, അതിലെന്നോട് സഹായിക്കണം എന്നും കൂടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് സഹായം? മോനെ, ഞാൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, മരിക്കും, ഉറപ്പിച്ചു. എനിക്ക് തിരിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ തിരിച്ചു വന്നിട്ട് പഴയ പോലെ എനിക്ക് ജീവിക്കാനാവില്ല. അതിനെക്കാട്ടി നല്ല മരിക്കുകയാണ്. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് വിഷമാണ്. അതെന്തായാലും നീ കൊണ്ടുവന്നു തരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എനിക്കൊരു കാര്യം ചെയ്യണം. എനിക്കൊരു 2 പെഗ് മദ്യം കൊണ്ടുവന്നു തരണം. ഞാൻ അങ്ങനെ ജീവിച്ചതാണ്. ഒരുപക്ഷെ 2 പെഗ് മദ്യം കിട്ടിയാൽ ഞാൻ ഒന്നും കൂടി ഉയർത്തെഴുന്നേൽക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവരാരും തരില്ല. കാരണം ഭാര്യ പറയണത് നിങ്ങൾ വെള്ളടിച്ചിട്ടാണ് ഈ രൂപത്തിലായത് എന്നാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഇനി മദ്യം ചോദിച്ചാൽ അവർ തരില്ല. അത് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ അവർ മദ്യം കൊണ്ടുവന്ന് തന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ സെക്യൂരിറ്റിയെ പോലെ അവരും ഒപ്പം വരും. നിന്നെ കടത്തിവിട്ടത്
നീ ഒരു നിന്നെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ധാരണ അവർക്കുള്ളത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ എനിക്ക് 2 പെഗ് മദ്യം, 2 പെഗ് അത് കൊണ്ടുവന്ന് തരണം. അതാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു സഹായം. ചെയ്യില്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് എങ്ങനെ തന്നു. എന്താ നിനക്കത് സാധിക്കില്ലേ? സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഒരു ധൈര്യത്തിന് ഞാൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തെങ്കിലും പിന്നെ ഞാൻ സത്യം പറഞ്ഞ അങ്കലാപ്പിലായി. സത്യം പറഞ്ഞാൽ ഈ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് അയാളുടെ കുടുംബമല്ലേ. അയാൾക്ക് വേണ്ടി എത്ര പൈസ ഇതിനകം ചെലവാക്കിയിട്ടുണ്ടാവും. അയാൾ 2 പെഗ് മദ്യമല്ലേ ചോദിക്കുന്നുള്ളൂ. എന്താ ഇവർക്ക് കൊടുത്താൽ ഇനിയിപ്പോ അഥവാ അവര് കൊടുക്കാണ്ട് ഞാൻ അത് കൊണ്ടു കൊടുക്കുന്നതിൽ വല്ല ശരിയുണ്ടോ? അങ്ങനെ 2 ചിന്തകളായി. പിന്നെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി. വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞ അത് കോടതി നടത്തി കൊടുക്കാൻ ബാധ്യതമാണല്ലോ. അപ്പൊ ഞാൻ ആ കോടതിയുടെ ഭാഗത്ത് ഒരു ശരി കണ്ടെത്തിയിട്ട് അത് നടത്തി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബീവറേജ് കോർപ്പറേഷനിൽ പോയി വരി നിന്ന് ഒരു ക്വാർട്ടർ വാങ്ങി അത് കുടിക്കാൻ പാകത്തിൽ 2ആക്കി അങ്ങനത്തെ ഒരു കുപ്പിയൊക്കെ റെഡിയാക്കി ഡൈലൂട്ടൊക്കെ ചെയ്ത് അരയിൽ വെച്ച് ആശുപത്രിയിലേക്ക്. ഞാൻ വിചാരിച്ചത് എനിക്ക് സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ, പെണ്ണുങ്ങള് നേരിട്ട് കടത്തി വിടും എന്നാ വിചാരിച്ചു. പക്ഷെ അന്ന് അവരുടെ കുടുംബക്കാരും മുഴുവൻ അവർക്കറിയാം എന്നോടും ഈ ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും എന്നവർക്കറിയാം. അതുകൊണ്ട് ഞാനത് കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് എന്ന് അവർ കണക്കൂട്ടിയിട്ട് എന്തോ അവരവിടെ ഫുള്ളായിട്ടുണ്ട്. എനിക്കിത് ഈ സാധനം കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് നിലവിൽ. അതുമാത്രമല്ല വേറൊരു ചിന്ത എന്നെ ബാധിക്കാൻ തുടങ്ങി. ഞാനിത് എങ്ങനെയെങ്കിലും തട്ടിത്തെറിഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു നിൽക്കാം. കൊടുത്തിട്ട് അന്നേ ദിവസത്തെ ഈ മനുഷ്യൻ കാഞ്ഞു പോയാൽ വല്ല പോസ്റ്റ്മോർട്ടമൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മദ്യം കൊടുത്തു എന്നാവില്ലേ വരിക. വേണ്ടാതെ ഒരാളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത് ഞാൻ പ്രതിയാവേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചിന്തയും കിടന്നിട്ട് എന്റെ മനസ്സിൽ കിടന്നിട്ട് തിക്കുമുട്ടാൻ തുടങ്ങി. ഞാൻ ആശുപത്രിയുടെ ഒരു സൈഡിലേക്ക് മാറി വന്നു. കീശയെന്ന് ഒരു ഒറ്റ രൂപ എടുത്ത് ഷോലയിൽ അമിതാഭ് ബച്ചൻ ചെയ്യണ വരി വട്ടോ തലയൊന്നും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ എങ്ങനെയിട്ടാണ് തലയാണ് സാധാരണ വരാറ്. അതുകൊണ്ട് ഇപ്രാവശ്യം വട്ട് വിചാരിച്ചിട്ട് ഇത് മേടിക്കും. സംഗതി ഒരു വട്ടാണല്ലോ. അങ്ങനെ ഞാൻ ഇട്ടു. ഈ 3 പ്രാവശ്യം വട്ട് തന്നെ വന്നു. അതോടുകൂടെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? ഞാൻ 2 കൽപ്പിച്ച് നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. പതിപോലെ ഞാൻ അകത്തേക്ക് കടന്നപ്പോ അവരാരും കൂടെ വന്നില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇദ്ദേഹം കടുത്തത് എന്തെങ്കിലും പറഞ്ഞാൽ പൂക്കിറ്റി പൊട്ടിത്തെറിച്ച പോലെ അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊരു ധാരണയിലായിരിക്കും അവരാരും വന്നില്ല. ഞാൻ നേരിട്ട് ചെന്ന് ഈ കുപ്പിയെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ കിടന്നുകൊണ്ട് അതേ കടുപ്പിൽ കിടന്നുകൊണ്ട് അതായത് കുപ്പി വാങ്ങി ഒറ്റ കമിഴ്ത്തലാണ്. നിപ്പനടിക്കാന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഒറ്റടി അടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒരു നോട്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ മുഖത്ത് ഒരു വല്ലാത്ത ചൈതന്യം കയറുന്നു. ആ കണ്ണുകളിൽ 1000 സൂര്യചന്ദ്രന്മാരെ കാണാൻ കഴിയും. അദ്ദേഹം ഏറ്റവും സംതൃപ്തമായ രീതിയിൽ എന്നെ നോക്കി ചിരിച്ചു. ഒരാഴ്ച കഴിഞ്ഞു അദ്ദേഹം മരിച്ചു. ഞാൻ പോയില്ല. ഇവരാരൊക്കെ ബലിയിടുകയോ 16 അടിയന്തരം നടത്തുകയോ ശാന്തിക്രിയ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കാണും. പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ അന്ത്യാഭിലാഷത്തിന്റെ ചൈതന്യം മുഴുവൻ എന്നിലേക്ക് തന്നു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കും വിധം അതൊരു പുണ്യകർമ്മമായിരുന്നു എന്നെനിക്കിപ്പോ തോന്നുന്നു. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് 2 പെഗ് വാങ്ങിക്കൊടുത്താൽ അത്ര വലിയ സുഹൃതൻ എന്നൊക്കെ പറഞ്ഞ് പുണ്യകർമ്മമായിട്ട് നീ വിലയിരുത്തുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളുടെ മനസ്സിലെ അന്ത്യാഭിലാഷം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന ഒന്നല്ല. വീട്ടിൽ വയ്യാതെ കിടക്കുന്ന ആരെങ്കിലും പണ്ട് മദ്യപിച്ചിരുന്നവരായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു പെഗ് മദ്യം വാങ്ങിക്കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു വരാം. മദ്യം
ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ഉപയോഗിക്കരുത്. പക്ഷേ അനുഗ്രഹമാവുന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കണം എന്നാണ് സ്വാതി ബഡായിക്ക് പറയാനുള്ളത്. സെക്രട്ടറി വാണിംഗ്, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്വാതി ബഡായിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ബെല്ലൈക്കൺ ഒരു പെട, ഇതിന്റെ സബ്സ്ക്രൈബിന്റെ ചെവി പിടിച്ച് തിരുമ്പുക. അങ്ങനെ ഈ ബഡായി ഒന്ന് പൊന്നാക്കി മാറ്റണം എന്ന് അപേക്ഷിക്കുകയാണ്. സ്നേഹം, സന്തോഷം. വേറൊരു ബഡായുമായി ഉടൻ തന്നെ നമുക്ക് കാണാം. സ്നേഹം.